സാഹിത്യകാരിയാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂർ രാജവംശത്തിൽ ജനിച്ചു. മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായിയുടെയും ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ പുത്രിയും ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ അനന്തരവളുമാണ്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. തിരുവല്ലയിലെ പാലിയേക്കര പടിഞ്ഞാറെ കൊട്ടാരത്തിലെ അംഗവും മാനേജ്മെന്റ് രംഗത്ത് പ്രസിദ്ധനുമായ ശ്രീ ആർ വർമ്മയാണ് ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയെ വിവാഹം ചെയ്തത്. 2 പുത്രന്മാരും ഒരു ദത്തുപുത്രിയുമുണ്ട്. 2005 ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ ശ്രീ ആർ വർമ്മ കൊല്ലപ്പെട്ടു. 180ഓളം കവിതകളും നിരവധി ലേഖനങ്ങളും അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ സംഭാവനകളായി ലഭിച്ചിട്ടുണ്ട്. പി രാമവർമ്മ രാജയുടെ ശ്രീ ശബരിമല അയ്യപ്പ ചരിതം എന്ന കൃതി തമ്പുരാട്ടി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. സാമൂഹിക സാംസ്കാരിക മേഖലകളിലും തമ്പുരാട്ടി സജീവമായി പ്രവർത്തിക്കുന്നു. സാഹിത്യ പ്രവർത്തനങ്ങൾ. തിരുമുൾക്കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരം. അമ്മാവനായ ശ്രീ ചിത്ര തിരുനാളിനെയും കുലദൈവമായ ശ്രീ പത്മനാഭനെയും കുറിച്ചുള്ള കവിതകളാണ് ഇതിലുള്ളത്. ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിൽ പ്രകടമാകുന്ന അയത്നലാളിത്യം ഈ കവിതകൾ വായിക്കുന്ന ആരുടെയും ശ്രദ്ധയാകർഷിക്കും. അമ്മാവന്റെ മരണശേഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയിൽ തളം കെട്ടി നിൽക്കുന്ന ശൂന്യത കവിയത്രിയിൽ ഉണർത്തുന്ന ശോകമാണ് ഈ ചരണങ്ങളെ വിഷാദാർദ്രമാക്കി തീർക്കുന്നത്. പുരാണ കഥാസൂചനകൾ സമൃദ്ധമായി കാണുന്നതാണ് തമ്പുരാട്ടിയുടെ കവിതകളുടെ മറ്റൊരു സവിശേഷത. ശ്രീ പത്മനാഭന് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള ഇൻ ആൻഡ് ട്രീറ്റി എന്ന കവിതയിൽ കവിയത്രി 2 തുള്ളി കണ്ണുനീർ കൊണ്ട് പത്മനാഭന്റെ കാൽ കഴുകുന്നതായി സങ്കല്പിക്കുന്നു. വാമനന്റെ കാലടികൾ 3 ലോകങ്ങളെയും അളന്നതുപോലെ ഈ കണ്ണുനീർ കണങ്ങൾ തന്റെ ഇഷ്ടദേവതയുടെ ആസ്ഥാനമായ പാലാഴിയെ മുക്കിക്കളയുമാറു വളർന്നിടട്ടെ എന്ന് അലങ്കാരികമായി കവിയത്രി ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നതോടെ കവിതയ്ക്ക് അവാച്യമായ ഒരു വശ്യത കൈവരുന്നു. ദ ഡോൺ എന്ന കവിതാ സമാഹാരവും ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർഡൻ ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ദ ഡോൺ എന്ന കവിതാ സമാഹാരം 1994 ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർഡൻ 1998 2002 ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗദ്യ കൃതികളുമാണ് തമ്പുരാട്ടിയുടെ മറ്റു രചനകൾ. പോയട്രി ക്വാർട്ടർലി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മാക്മില്ലൻ കമ്പനിയാണ് ദ ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി. ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദേവസങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതികളുടെ മലയാള പരിഭാഷ കേരള സഭാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1998 പ്രസിദ്ധീകരിച്ചു. കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള 33 പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർഡൻ. പുരാണ കഥകളുടെയും ചരിത്ര ഗവേഷണത്തിന്റെയും വാസ്തുവിദ്യയുടെയും സമജ്ഞമായ മേളനം ഈ കൃതിയിൽ കാണാം. ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാകുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്ത പൂർണ്ണമായും പ്രകടമാകുന്ന കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഭാരതീയ വിദ്യാഭവനാണ് ഇതിന്റെ പ്രസാധകർ. ഗദ്യകൃതിയാണെങ്കിലും അടിമുടി കാവ്യമായാണ് ഇതിലെ ഭാഷ.